ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു അവധി ദിവസമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ഓർഡർ ചെയ്ത് സെറ്റായി. പിന്നെ നമുക്കെപ്പോഴും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, കഴിഞ്ഞ അവധിക്ക് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ അവധിക്കുണ്ട്. അപ്പോൾ അവരെ ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ പോകണം, റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങൾക്ക് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അടുത്ത് തന്നെയുണ്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട അവരെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നല്ല കാറ്റ് തണുപ്പൊക്കെ കണ്ട് ഞാൻ ചെറിയ ജാക്കറ്റൊക്കെ എടുത്തിട്ടതാണ്. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴേക്കും വെയിലായി തുടങ്ങി. ഇത്ര നേരം നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ തന്നെ വലിയ ഇടത്തിൽ ജാക്കറ്റൊക്കെ ഇട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതേ വെയിലായി തുടങ്ങിയേക്കണം. അങ്ങനെ അതാണിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. ഒട്ടും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് പെട്ടെന്ന് മാറുന്നത്. അപ്പോൾ അവരൊരു 5 മിനിറ്റിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ പോട്ടെ. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ ഞാനും ഇതുവരെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. നടന്നു പോകാനുള്ള ഇതുള്ളൂ. എനിക്ക് ജോലിക്ക് പോകാൻ മാത്രമേ കുറച്ച് ദൂരമുള്ളൂ. ബാക്കി എല്ലാം അടുത്തടുത്താണ്. ജോലിക്ക് പോകാൻ മാത്രം കാറിന് പോകണം, അല്ലെങ്കിൽ ബസ് എടുക്കണം. അങ്ങനെയാണ്. ബാക്കി എല്ലാവരും അടുത്തടുത്ത് തന്നെയുണ്ട് കേട്ടോ. ഓ മാൻ, ഇത് എന്തുവാ ഇത്? ആരുമല്ല, ഞാൻ മാത്രം. വണ്ടർഫുൾ. ഇവർ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരണേന്ന് എനിക്കറിയില്ല. അതാണ് വേറൊരു ട്വിസ്റ്റ്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും അവർ ഓൾറെഡി വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലും കാര്യമൊന്നും നടന്നില്ല. പിന്നെ വന്ന് അവർ വിശന്ന് വന്നതുകൊണ്ട് വേഗം അവർക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാനൊക്കെ പോയിട്ടാണ്. അപ്പോൾ നമ്മളെന്നും വരാറുള്ള ആ റിവറിൻ്റെ അവിടേക്ക് വന്നു. പക്ഷേ ഈ പ്രാവശ്യം വെള്ളം കൂടി. ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു ചെറിയൊരു ഡാം പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് വെള്ളം ഫുള്ളും കൂടി ആകെ കലങ്ങിയ വെള്ളമായി പോയിട്ട് അതുകൊണ്ട് അവർക്ക് ഇറങ്ങാനോ അവിടെ ഇത് ചെയ്യാനോ പറ്റിയില്ല കേട്ടോ. കണ്ടോ, ഭയങ്കരമായിട്ട് കലങ്ങിയ വെള്ളമായിപ്പോയി. ഇതേ താറാവൊക്കെ ഒഴുകി വരികയാണ് അതിൽ കൂടെ. അങ്ങനെ ഭയങ്കര വ്യത്യാസം വന്നു പോയി അവിടെ അതൊക്കെ. പിന്നെ പിള്ളേരും വന്ന് പിള്ളേരും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് പിന്നെ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ തകൃതിയായി നടക്കണതിൻ്റെ ഇടയ്ക്കുണ്ട് ഇതേ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു കേട്ടോ. അയ്യോ, നല്ല വെയിലായിട്ടിരിക്കുകയായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു പോയി. എന്തൊരു വെള്ളം കയറിയെന്നറിയോ, ഒരു രക്ഷയില്ല. കണ്ടോ, മഴ പെയ്തു. അപ്പം അങ്ങനെ മഴ പെയ്യാനെ പെയ്തു തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ നടന്ന് ഒരു ഇതെത്തിയുള്ളൂ. പക്ഷേ കാര്യമില്ലായിരുന്നു, ഭയങ്കരമായിട്ട് മഴ പെയ്തു. പിന്നെ ഞങ്ങളവിടെ നിന്ന് മഴയൊക്കെ മാറി. കണ്ടോ, നല്ല മഴ പെയ്തു. നല്ല വെയിലായിരുന്നു, പക്ഷെ നല്ല മഴ പെയ്തു. അതിന് പിന്നെ ഞങ്ങളവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നതിന് പിന്നെ ഇതേ വീണ്ടും ഞങ്ങൾ റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നോട്ടെ. ഇപ്പോൾ ഇതേ മഴയൊക്കെ മാറി വീണ്ടും വെയിലായിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം ഫുള്ള് അങ്ങനെയായിരുന്നു. മഴ പെയ്യുന്നു, വെയിലാവുന്നു, മഴ പെയ്യുന്നു, വെയിലാവുന്നു, ഇങ്ങനെയായിരുന്നു. പിന്നെ റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതേ ഈവനിങ് ഇതേ വന്ന ഗസ്റ്റിനെ കൊണ്ട് ഈവനിങ് കുക്കിങ്ങൊക്കെ ചെയ്യിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ അവർ വീട്ടിൽ പോയി. അപ്പോൾ അത്രയുള്ളൂ. ബൈ.